ഭഗവാനേ, കഴിഞ്ഞ വർഷവും അതിന് മുമ്പത്തെ വർഷവും എല്ലാം ഞാൻ തോറ്റു. പക്ഷെ ഈ വർഷം എനിക്ക് യൂണിവേഴ്സിറ്റി റാങ്ക് കിട്ടണേ. എനിക്ക് പഠിക്കാൻ ഒരുപാട് ബുദ്ധി തരണേ. ഗുനു ഗുനു ഗമനാന ദിദ്ദിദ്ദിത്തേ, ഗുനു ഗുനു ഗമനാന ദിദ്ദിദ്ദിത്തേ. മോളെ വന്ന് ആഹാരം കഴിക്കുക. അമ്മ എനിക്ക് വേണ്ട അമ്മ ആഹാരം, കുറച്ചുകൂടെ പഠിക്കാനുണ്ട്, അത് തീരട്ടെ. സമയം ഒരുപാടായി, കഴിച്ചിട്ട് പഠിക്കാം മോളെ, വേഗം ആട്ടെ. എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത്. പഠിക്കാനും സമ്മതിക്കത്തില്ല. എനിക്ക് വേണ്ട. പിന്നെ ചോറ് കഴിക്കണേ, പഠിക്കാനുണ്ട്. ചോറ് കഴിക്കണേ, ചോറ് കഴിച്ചിട്ട് പാച്ച. എപ്പോഴും പാച്ചിക്കൊണ്ടിരിക്കല്ലേ. ചോറ് കഴിക്കേ മോളെ, മോളെ ചോറ് കഴിക്കേ, ചോറ് കഴിക്കണേ, ചോറ് കഴിച്ചിട്ട് പാച്ച. നീ വാ വാ, അച്ഛന് മോളാ വലുത്. പിന്നെ മതി പൈസയും കാര്യങ്ങളും ഒക്കെ നമുക്ക് കേട്ടോ. അതിന് പച്ചിക്കും. എൻ്റെ ഭഗവാനെ, 2 ആഴ്ചയും കൂടെ ഉള്ള പരീക്ഷയ്ക്ക് ഇത്രയും പുസ്തകങ്ങൾ ഞാൻ എങ്ങനെ പഠിച്ചു തീർക്കുമോ എന്തോ. കഴിഞ്ഞ വർഷവും തോറ്റു, അതിന് മുമ്പത്തെ വർഷവും തോറ്റു. എൻ്റെ ദൈവമേ, എന്തെങ്കിലും ഒരു അത്ഭുതം കാണിച്ചിട്ട് ഈ ഒരു വർഷം എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് പാസ്സാക്കി തരണേ. ജയിക്കാനുള്ള ജസ്റ്റ് പാസ് മതി, അത്രയും മാർക്ക് മതി. 2 ആഴ്ചയുണ്ട്, ഞാനിതെല്ലാം തീർക്കും. 2 ആഴ്ച എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂറുണ്ട്? ആ മണിക്കൂർ മൊത്തം ഞാനിത് പഠിക്കും. എന്നെ ആർക്കും തോൽപ്പിക്കാനാവില്ല. ഫോൺ തൊടത്തില്ല. ഇത് ബോറടിക്കുന്നു. ചോദിക്കത്തില്ല, ആ പാഠം ചോദിക്കത്തില്ല. ഇത് മിസ് പഠിപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് ഉറപ്പായിട്ടും ചോദിക്കത്തില്ല. വേറെ ബുക്ക് എടുക്കാം. മത്തി വറുത്തതിന്റെ മണം. അമ്മേ, ചോറായോ? ഓ, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇനി ഒരു 2 ആഴ്ച, 3 പരീക്ഷ. അല്ല, 2 ആഴ്ചയല്ലേ ഉള്ളൂ. ആദ്യത്തെ 4 ദിവസം ഇംഗ്ലീഷ് പഠിക്കാം, പിന്നത്തെ 4 ദിവസം സോഷ്യോളജി, പിന്നെ മറ്റേ സബ്ജക്റ്റ് പഠിക്കാം ഒരു 3 ദിവസം. പിന്നെ അധികം ഇല്ലയോ പഠിക്കാന്? പിന്നെ എന്തിനാ ഇപ്പം പഠിക്കുന്നേ? പഠിക്കണ്ട. അത് മാത്രമല്ല, ഈ പോർഷൻ ഒന്നും ചോദിക്കത്തുമില്ല. ഇപ്പം കഴിയാം. അമ്മേ, വിശക്കുന്നു, ചോറ് വിളമ്പാ. ചോറിന് അയ്യോ. ഹലോ ഗൈസ്, ഈ വരുന്ന ജനുവരി 26 റിപ്പബ്ലിക് ഡേ പ്രമാണിച്ച് മോസ്ബെറ്റ് ഒരു ഗിവ് അവേ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിൽ 15 ലക്ഷം രൂപയും ഒരു ബ്രാൻഡ് ന്യൂ ഐഫോൺ നിങ്ങൾക്ക് ലഭിക്കാൻ ചാൻസ് ഉണ്ട്. മോസ്ബെറ്റിൽ ഏവിയേറ്റർ, പോക്കർ, അന്തർവാഹർ, സ്ലോട്ട്സ്, ബ്ലാക്ക് ജാക്ക് എന്നിങ്ങനെ ടോപ്പ് നോച്ച് ഗ്രാഫിക്സ് ഉള്ള ഗെയിമുകൾ അവൈലബിൾ ആണ്. മാത്രമല്ല, ഇതിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മണി ആഡ് ചെയ്യാം, വിഡ്രോ ചെയ്യാം.
എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ അവരുടെ സപ്പോർട്ടിംഗ് ടീമും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ഗിവേയിൽ നിങ്ങൾക്കും ജോയിൻ ചെയ്യാം. താഴെ കടന്ന് പ്രൊമോ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. മോസ്റ്റ് ബെറ്റിൽ നിങ്ങൾക്ക് ഈസിയായി വാട്സാപ്പ് വഴിയും ജോയിൻ ചെയ്യാം. അതിലൂടെ 15 ലക്ഷം രൂപയും ഐഫോണും നിങ്ങൾക്കും സ്വന്തമാക്കാം. മോസ്റ്റ് ബെറ്റിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതുവഴി നിങ്ങൾക്ക് സൈനപ്പ് ചെയ്യാം. പിന്നെ പൈസ വെച്ചുള്ള കളിയാണ്, സൂക്ഷിച്ച് കളിക്കുക. അപ്പോൾ ഒത്തിരി നാളായി നമ്മൾ കണ്ടിട്ടല്ലേ? അതെ, കുറേ കാലമായി നമ്മൾ കണ്ടിട്ട്. അതൊക്കെ ഇരിക്കട്ടെ, എന്നാ എൻ്റെ വീട്ടിൽ വന്ന് ആലോചിക്കാൻ പോകുന്നത്? ആദ്യം നമുക്കൊരു ജ്യൂസ് കുടിക്കാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഓർഡർ ഇവിടെ എന്തൊക്കെയാണ് കുടിക്കാനുള്ളത്? സർ ഫ്രഷ് ജ്യൂസ് ഉണ്ട്, ഷേക്സ് ഉണ്ട്, മൊജിത്തോസ് ഉണ്ട്, ഐസ്ക്രീംസ് ഉണ്ട്, സലാഡ്സ് ഉണ്ട്. ലച്ചുന് എന്താ കുടിക്കാൻ വേണ്ടത്? പൈനാപ്പിൾ 2 പൈനാപ്പിൾ. 2 പൈനാപ്പിൾ. ഓക്കെ, താങ്ക്സ്. ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫുഡ് ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇത്രയും കുറഞ്ഞ ഫുഡ്? വൈ? ഞാൻ ഭയങ്കര സിമ്പിളാണ്. അത് മാത്രമല്ല, നമ്മൾ സംസാരിക്കാനല്ലേ പറഞ്ഞത്, ഓ ഫുഡ് കഴിക്കാനല്ലോ. ഓ, നോട്ട് ദ പോയിന്റ്. ഞാനത് വിട്ടുപോയി. താങ്ക്സ്. അപ്പം ഞാൻ പൊട്ടനാ? നീ കഴിഞ്ഞ ആഴ്ച പണയം വെക്കാൻ വാങ്ങിച്ച മോതിരം അതെന്തി അമ്മ ചോദിക്കുന്ന വീട്ടില്? അത് ഞാൻ വിറ്റ്. അമ്മ ചോദിക്കുന്നുണ്ടാ നീ അടുത്ത ആനിവേഴ്സറി മേടിച്ചേ. അങ്ങോട്ട് ഇവിടുത്തെ കാര്യമില്ല, ആൾക്കാർ ശ്രദ്ധിക്കുന്നു. കഷ്ടം. അണ്ണാ 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 ഇവിടെ ഓർഡർ പറഞ്ഞായിരുന്നോ? അണ്ണാ ഇല്ല, എന്തൊക്കെ ഉണ്ടോ കഴിക്കാനും കുടിക്കാനും? കുടിക്കാനായി ഫ്രഷ് ജ്യൂസ് ഉണ്ട്, മൊജിത്തോ ഉണ്ട്, ഐസ്ക്രീം ഒക്കെ ഉണ്ട്. കഴിക്കാൻ സമൂസ, പപ്സ്, ഉള്ളിവട, ഉഴുന്നുവട, എന്താണ്? എന്നാലേ 2 ഷവർമയും 2 ഷാർജ. 2 പൈനാപ്പിൾ ലൈം അത് മതി. 2 പൈനാപ്പിളേ? വേറെ ഒന്നും വേണ്ടല്ലോ കഴിക്കാൻ? വേണ്ട. ഉറപ്പാണോ? ആ ഓ, എന്ത് ഇത്ര ഐറ്റംസ് ഉണ്ടായിട്ട് ലൈം മാത്രം? അത് മാത്രം ഞാൻ എൻ്റെ പൈസ കൊടുക്കാം, നീയല്ലല്ലോ. പൈസ എൻ്റെ അച്ഛൻ കൊടുക്കുമോ? പിന്നെ എൻ്റെ അടുത്ത് നോക്കും. ദാഹിച്ചിട്ട് വയ്യ എനിക്ക്. ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല കേട്ടോ. ഒന്നാമത് നിനക്കും ജോലിയില്ല, എനിക്കും ജോലിയില്ല. ഞാൻ വീട്ടുകാരുടെ പൈസ എടുത്ത് തരുന്നത്. ഇയാളിത് എവിടെ പോയി കിടക്കുവാ? നാരങ്ങ ഉണ്ടാക്കി പിഴിയാൻ പോയി മരം നടുവാന്നോ? കുറെ സമയമല്ല, ഞാൻ അപ്പഴേ പറഞ്ഞ മറ്റേ കടയിൽ കയറാം. കുറെ നേരം വിട്ടു എന്ന് പറഞ്ഞ് നീ അല്ലയോ എന്നെ കൊണ്ട് ഇവിടെ കയറ്റിയത്? എന്നാ എന്തേലും പറയാൻ. എന്തോ പറയാനാ? ആദ്യം വെള്ളം വരട്ടെ എന്നിട്ട് സംസാരിക്കാം. വരട്ടെ പയ്യെ. കഴിക്കാനൊന്നും വേണ്ടല്ലോ. വേണ്ട. ഞാൻ ഇവിടെ തിരിഞ്ഞു പപ്സ് വന്ന് കയറി. കുടിച്ചോളാം. പോയാലോ? ഉടുമ്പിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഇനി പേടിക്കണ്ട, അവനെ ഞാൻ ഒതുക്കിയിട്ടുണ്ട്. പിന്നെ കീരിയജി, അത് നമ്മുടെ പിള്ളേർ നോക്കിക്കോളും. പിന്നുള്ളത് തോട്ടുക വിഷ്ണു, അവനെ തെങ്ങമത്തെ പിള്ളേർ നോക്കിക്കോളും. ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ കവലയിലോട്ട് പോവാ. ഞാനതിൽ അവിടെ വരുമ്പോൾ വിളിക്കാം, നമുക്കൊരു തീരുമാനം എടുക്കാം. ശരിയെന്നാ. നിൽക്കുക. അറിവുകണ്ണൻ എവിടെ പോവാ?
ഞാൻ കവല വരെ പോവാം. ഈ തല്ലും കുത്തും കൊലയും കണ്ട് മടുത്തു. ഇനിയെങ്കിലും ഒരു കുടുംബമായില്ലേ, അടങ്ങി ഒതുങ്ങി ഇരുന്നൂടെ? അണ്ണൻ്റെ ചോര പുരണ്ട വാള് കഴുകി എനിക്ക് വയ്യ. ഓരോ നിമിഷം ഉറങ്ങാൻ കിടക്കുമ്പോൾ പേടിയാവുക. അതുകൊണ്ട് അണ്ണ ഇനിയും പോകണ്ട. സത്യം ചെയ്, ഇനിയും തല്ലിനോ കൊലയ്ക്കോ വെട്ടിനോ ഒന്നും പോകത്തില്ലെന്ന് സത്യം ചെയ്. നീയാണ് സത്യം, നമ്മുടെ മോളാണ് സത്യം. ഞാനിനി ഒന്നിനും പോകത്തില്ല. എനിക്കെൻ്റെ ഫാമിലി മാറ. ഞാൻ കവല വരെ പോയിട്ട് വരട്ടെ. ഇല്ല, നീ പേടിക്കണ്ട. നിന്റെ ഏട്ടൻ ഇനി ഒന്നും ചെയ്തില്ല. എങ്ങോട്ടാ ആറുമുഖ? നല്ല സ്റ്റൈലില്. ഉറുമ്പണ്ണൻ്റെ വീട്ടിൽ കയറി പണിഞ്ഞിട്ട് നിനക്കവിടെ ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. നിന്റെയൊക്കെ തലയും തല്ലിപ്പൊളിച്ച് എനിക്ക് ഇവിടുന്ന് പോകാൻ അറിയാഞ്ഞിട്ടല്ല, ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് വാക്ക് കൊടുത്തു പോയി. അതുകൊണ്ട് മാത്രമാണ്. സുദീപെ കളിക്കാതെ താക്കോല് തന്നെ കൊടുത്തരും താക്കോല്. അവൻ ജീവിക്കട്ടെ. എൻ്റെ ഭാര്യയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കണോടാ എനിക്ക്. അറുമുഖൻ അങ്ങനെ ജീവിച്ചിട്ടുള്ളൂ. എൻ്റെ നിവൃത്തിയോട് കൊണ്ടാണ് ഞാൻ ഉടുപ്പിനെ അടിച്ചത്. അടി ഇച്ചിരി കൂടിപ്പോയി. അതിപ്പോൾ ഞാൻ എന്തോ ചെയ്യാനാ? ഇനി അതിൻ്റെ പേര് അവൻ്റെ ഗുണ്ടകൾ എന്നെ പൊതിയാനാ പ്ലാനെങ്കിൽ എൻ്റെ പിള്ളേർ നോക്കിയിരിക്കത്തൊന്നുമില്ല, തിരിച്ചതുപോലെ കൊടുക്കും. അത് ഉറപ്പാണ്. ശരി, ഞാൻ കവലയിലോട്ട് വരുന്നുണ്ട്, അപ്പം കാണാം. അണ്ണൻ ആരെ തല്ലുന്നതും കൊല്ലുന്നതും കാര്യമായി പറയുന്നത്? എടീ ഒന്നുമില്ല, ഞാൻ മീൻ മേടിക്കാൻ കടയിൽ പോയില്ലേ, നമ്മുടെ ഉടുമ്പ് വാസു അവൻ എന്നെ കയറിയെന്ന് ചൊറിഞ്ഞ്, ഞാൻ കയറി അങ്ങ് പൊതിച്ചു കൊടുത്ത്. ഇനി തിരിച്ചേ അവൻ്റെ ഗുണ്ടകൾ എന്നെ പണി വന്നാൽ നമ്മുടെ പിള്ളേരുണ്ടല്ലോ, പേടിക്കാനൊന്നുമില്ല. ഇതുവരെ മതിയായില്ലേ തല്ലും വെട്ടും കൊലയൊക്കെ? എൻ്റെ പൊന്നു ചേട്ടൻ, എത്ര വട്ടം നിങ്ങൾ അങ്ങോട്ടടിച്ചു തിരിച്ച് ഇങ്ങോട്ടടി വാങ്ങിച്ചു. എനിക്കിനിയും വയ്യ. ദാ നിങ്ങൾക്ക് പ്രായം കൂടുതലായിട്ട് വരുക, എനിക്കും പ്രായം കൂടി വരുക. ഇനി എനിക്ക് നിങ്ങളെ നോക്കാൻ പറ്റുമെന്നൊന്നും തോന്നുന്നില്ല തല്ലി കിടന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് സത്യം ചെയ്തേ, സത്യം ചെയ്. ഇനിയും തല്ലിനൊന്നും പോതെന്ന് സത്യം ചെയ്. എന്തടി സത്യം? സത്യം ചെയ്യാന്. സത്യം, നീ സത്യം, നമ്മുടെ മോള് സത്യം. ഇനി ഞാൻ തല്ലിന് പോകത്തില്ല, പോരെ? പിന്നെന്ത്? മാറ അവിടെ നിന്ന് വിളിക്കുന്നത്, ഞാൻ അങ്ങോട്ട് പോയിട്ട് കേട്ടോ. ഒന്നുമില്ലെന്ന് പോത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ, പിന്നെന്തുവാ? പോയി കഴിഞ്ഞാൽ ഞാൻ കഞ്ഞി തരത്തില്ല കേട്ടോ. ഞാൻ ദാ വരുന്നടി. ഞങ്ങൾ ഉടുമ്പണ്ണെ തല്ലി ഹോസ്പിറ്റലാക്കിയിട്ട് നീ അങ്ങോട്ടാ മുങ്ങാൻ നോക്കുന്നേ? എൻ്റെ പൊന്ന് സത്യ സുധീറെ, ഞാൻ എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ അവൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്, എനിക്കിനി ജീവിക്കണം. നിങ്ങൾ മാറാൻ, ഞാൻ ആശുപത്രി പോവാം. പിന്നെ പോകാം. സത്യ, നീ താക്കോൽ എന്നെ കളിക്കാതെ. ഇല്ലെങ്കിൽ സത്യ താക്കോൽ, എനിക്ക് ആശുപത്രി പോകണമെന്നാ പറഞ്ഞത്. കൊടുത്തേക്കാം അല്ലേ? എടാ നായ, എനിക്ക് പല്ലിന് വേണ്ട, പല്ല് പറി. എന്തോ വേന എടുക്കുന്നില്ല മനുഷ്യന്. ആ കൊടുത്തു എന്ന് പറഞ്ഞ് അതിനെടുത്താ തിരിച്ചാൻ തല്ലു.
ഇത് കൊള്ളാല്ലേ ചേട്ടാ? നീ എൻ്റെ വില നോക്കി. ബൈ. ഭയങ്കര വില. വേറെ നോക്കും. ചേട്ടാ ഈ കളർ എനിക്ക് നല്ലോണക്ക് ചേരും ചേട്ടാ. കൊള്ളാം. അതിൻ്റെ കൂടെ വില നോക്കി. നമുക്കൊരു 500 രൂപ താഴെ ഉള്ളത് കഴിഞ്ഞ ആനിവേഴ്സറിക്ക് നിങ്ങൾ തന്നെ പറഞ്ഞു, എന്നിട്ട് വാങ്ങിച്ചത് 2 നൈറ്റി. അതുപോലെ കൊള്ളാം. ചേട്ടാ ഇതെടുത്തിട്ട് മറ്റേത് മാറ്റട്ടെ. മറ്റേ ഇതിൻ്റെ വില എത്ര? ഓ മറ്റേനേക്കാൾ ഒരു 1000 രൂപ കൂടുതൽ, അത്രേ ഉള്ളൂ. 1000? ആ ചേട്ടാ എന്ത് പറ്റി, ക്ഷീണമാണോ? ചേട്ടാ കഴിഞ്ഞ ആനിവേഴ്സറിക്ക് ചേട്ടൻ എന്നോട് പറഞ്ഞല്ലേ 2 ഡ്രസ്സ് വാങ്ങിച്ചു തരാം ഇപ്പോഴെന്ന്. വാങ്ങിച്ചോട്ടെ. ഇതിന് 2 എണ്ണം ഇഷ്ടമുണ്ട് ചേട്ടാ 2 ഡ്രസ്സ്. കുറഞ്ഞത്. ദൈവം, 15,000. ചേട്ടാ രാമ 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 രാമ. ഒരുപാട് രാത്രിയായാലും അന്ന് ഉറങ്ങിക്കിടന്നു. അമ്മേ നമസ്കാരം. നമസ്കാരം. അമ്മേ ലീലാകൃഷ്ണൻ പറഞ്ഞിരുന്നു പെയിൻ ഗസ്റ്റ് ആയിട്ട്. ഓ ഉണ്ണിയേ, ഉണ്ണി വന്നോ? ഉണ്ണിക്ക് സുഖമായിരിക്കണോ? സുഖമായിട്ടിരിക്കുന്നു അമ്മേ. ഞാൻ ഇച്ചി കാലം കൊണ്ടേ ഇവിടെ ഒറ്റയ്ക്കായിരിക്കണു. ഒരു കൂട്ടില്ലാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു. ഞാനൊന്ന് അങ്ങോട്ട്. ഉണ്ണി കഴിച്ചിരുന്നോ? ഇല്ലമ്മേ ഞാനൊന്നും കഴിച്ചില്ല. ഞാൻ കഴിച്ചോളാം, പിന്നെ ഞാൻ കഴിച്ചു. അമ്മ വാരിത്തരാം. വന്നാട്ടെ, വന്നോളാ. അമ്മയെ പോലെ തന്നെ നല്ല ആഹാരം അമ്മേ, നല്ല കൈപുണ്യം. ഞാൻ അങ്ങോട്ട് മയങ്ങട്ടെ. ഉണ്ണിക്ക് ഇഷ്ടായോ? നല്ലതമ്മേ, നല്ല കൈപുണ്യമല്ലേ. ഉണ്ണി വരെ ഉണ്ണിയെ. എൻ്റെ അമ്മയെ ഓർമ്മ വേണം. ഉണ്ണി എന്നെ അമ്മേന്ന് വിളിച്ചാൽ മതി. കൈ നിറയെ വെണ്ണ തരാ, കവിളിലൊരുമ്മ തരാ, കണ്ണൻ കവിളിലൊരുമ്മ തരാ, നിന്മടി മേലെ തല ചായ്ച്ചുറങ്ങാൻ കൊതിയുള്ളൊരുണ്ണീതാ ചാരി. അമ്മേ എനിക്ക് നല്ല മയക്കം വരുന്നു. ആയിക്കോട്ടെ ഉണ്ണി. എനിക്ക് രാവിലെ ഡ്യൂട്ടിക്ക് പോകണം. പറഞ്ഞപ്പോഴോ ഉണ്ണി, ഉണ്ണി എന്താ ചെയ്യണേ? ഞാൻ പോലീസിലാമേ. ആ നന്നായി. ഉണ്ണിയുടെ പേരെന്താണ്? ദാദാ കല്യാണി. ഈ കല്യാണി അമ്മയാ. ഇനി മുതൽ ഉണ്ണി എന്നെ കല്യാണിന്ന് വിളിച്ചാൽ മതി. ശരി അമ്മേ, നമ്മൾ പോട്ടെ. ഉണ്ണിക്കോളൂ. ഉണ്ണി എൻ്റെ ഒരു വേല് കാണാതായിരിക്കണു. ഉണ്ണിക്കൊന്ന് കണ്ടുപിടിച്ച് തരാൻ പറ്റുമോ? രാവിലെ സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ വരും അമ്മേ. ആയിക്കോട്ടെ. ഇവിടെ എവിടെയോ ആണ് വെച്ചത്, എവിടെയാണെന്ന് അറിയില്ല. ശരി ഉണ്ണി, ആയിക്കോട്ടെ. ശരി. നാളെ മാമു തരാം കേട്ടോ. എവിടെയായിരുന്നു ഇത്ര നേരം? ഡ്യൂട്ടി ഉണ്ടായിരുന്നു, പോലീസല്ലേ. ആഹാ, ഇവിടെ ആരെങ്കിലും ഇരിക്കുന്നോ? നീ വരുമ്പോ കഥ തുറന്നു തരാന്. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഞാനൊരു പ്രായമായ സ്ത്രീയാണ്, എനിക്കിങ്ങനെ നോക്കിയിരിക്കാൻ പറ്റത്തില്ല. എനിക്ക് കയറി കിടന്ന് ഉറങ്ങണം. അല്ല എപ്പോഴേ പറഞ്ഞത് അങ്ങേരോട്. അങ്ങേർക്ക് എന്തുവാ പോലീസുകാർക്കൊക്കെ കൊടുത്തിട്ട് എന്തൊരു കഷ്ടമാന്ന് പറ. ചോറുണ്ടോ? എൻ്റെ പെൺപിള്ളോട് പറ വിളമ്പി തരാന്. എന്തോ ഹോട്ടലോ? വരുമ്പോ നിരീക്കുമ്പോ ചോറ് വിളമ്പി തരാന്. ഞാൻ വെള്ളം ഒഴിച്ചിട്ടു, വേണമെങ്കിൽ പഴങ്ങഞ്ഞ് പോയി കുടി. മോന്ത് ആറ് ഈ പെണ്ണും പുള്ളിനെ വിചാരക്കുറ്റത്തിന് ഞാൻ അകത്താക്കും. ആ പിന്നെ എൻ്റെ ഒരു വേല് കാണാതെ പോയി, കണ്ടുപിടിക്കാൻ എന്തോ മാർഗം. ഉള്ളി നല്ല വലിവുണ്ടല്ലോ, ഒരു വലി വെച്ച് കൊടുക്കും.